നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്തൊരു ഡിഗ്രിയുടെ ഒരു പരീക്ഷയാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്. 2024 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരുമെന്നും 2025 ഇതിന്റെ പരീക്ഷ നടക്കുമെന്നതാണ് പ്രതീക്ഷ. ഡിഗ്രിയുടെ പരീക്ഷകളുടെ കൂട്ടത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും വളരെ നല്ല രീതിയിൽ എക്സ്പോഷർ നൽകുന്നതുമായുള്ള ഒരു ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2026 അവസാനിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷയുടെ, അതായത് കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റിന് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 3 വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി. അങ്ങനെ നോക്കുമ്പോൾ 2026 ഏപ്രിൽ മാസം 12-ാം തീയതിയോട് കൂടി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അടുത്ത ഏപ്രിൽ 12 2026 ഏപ്രിൽ 12 കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരേണ്ടതുണ്ട്. അങ്ങനെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം, അതായത് 2025 ഇതിന്റെ സെലക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവേണ്ടതുണ്ട്. നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ പ്രിലിംസും മെയിൻസും ഉണ്ട്, അതിപ്പോഴും മാറ്റിയിട്ടില്ല. അപ്പൊ 2025 ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷയുടെ കൂട്ടത്തിൽ ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റും അതിനുശേഷം സെക്രട്ടറി അസിസ്റ്റന്റ് മാത്രമായിട്ടുള്ള മെയിൻസ് പരീക്ഷയും ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത്. പ്രിലിംസും മെയിൻസും ഉള്ള പരീക്ഷകൾക്ക് സാധാരണഗതിയിൽ 1 വർഷത്തോളം സെലക്ഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് 1 വർഷത്തോളം സമയം എടുക്കാറുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അടുത്ത വർഷം ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് 2026 പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള ഡിഗ്രിയുടെ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പ്രത്യേകത ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ആഗ്രഹിക്കുന്ന പരീക്ഷയാണ്. 2, ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് മറ്റുള്ള പരീക്ഷയെക്കാളും കുറച്ചും കൂടെ ടഫാണ്, ഡിഫിക്കൽട്ട്. അത്തരത്തിലൊരു കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മുൻകൂട്ടി, അതായത് മുമ്പേ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒന്ന് ആഴത്തിലുള്ള സിലബസ് ആണ്. പ്രിലിംസ് ആദ്യം ക്ലിയർ ചെയ്യണം, അതിനുശേഷം മെയിൻസിന്റെ സിലബസ് നോക്കണം. പ്രിലിംസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിക്കൊണ്ട് തന്നെ പ്രിലിംസിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ പലപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും, ചെറിയ കട്ട് ഓഫ് ആണെങ്കിലും 40-ലും 50-ലും ഒക്കെയാണ് ഈ ഡിഗ്രിയുടെ പരീക്ഷകളുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് ഉള്ളതെന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ആ കട്ട് ഓഫ് താണ്ടുക അല്ലെങ്കിൽ ആ കട്ട് ഓഫ് മറികടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിട്ട് മാറാറുണ്ട്. കാരണം അത്രയും ലെവൽ കൂടിയ വലിയ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പരീക്ഷയായിട്ടാണ് പലപ്പോഴും ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ മാറാറുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നേരത്തെ പഠനം ആരംഭിക്കുന്നതാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചലഞ്ചർ ആപ്പ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ലോങ് ടേം ബാച്ച്, പ്രിലിംസും മെയിൻസിന്റെയും കൂടെ സിലബസ് കവർ ചെയ്യുന്ന ഒരു ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. 2024 നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ പഠനം ആരംഭിക്കുകയാണെങ്കിൽ അധികം സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ദിവസം 2-3 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാവട്ടെ പഠിക്കുന്നവരാവട്ടെ അതിന്റെ കൂട്ടത്തിൽ ചെറിയ രീതിയിൽ ചെറിയ സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാനും മാത്രമല്ല നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ഇതിന്റെ പ്രിലിംസിന്റെ സിലബസ് നമുക്ക് ഏറെക്കുറെ കവർ ചെയ്തെടുക്കാനും സാധിക്കും. ചലഞ്ചർ ആപ്പിന്റെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മെന്റർഷിപ്പ് പ്ലാനിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് ഈ ബാച്ചിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ മെന്റർഷിപ്പിന്റെ ബാച്ചിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് ആദ്യം പഠിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തരും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു മെന്റർ തന്നിരിക്കുന്നത്. ഈ മെന്ററുമായിട്ട് നിങ്ങൾക്ക് രാവിലെ 5 മണിയുടെയും രാത്രി 11 മണിയുടെയും നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് മെന്റർ അങ്ങോട്ട് വിളിക്കാം. മെന്റർ നിങ്ങളെ ആഴ്ചയിൽ മിനിമം 3 തവണയെങ്കിലും നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് മെന്ററുമായിട്ട് നേരിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെയാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ ടോപ്പിക്കിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ലൈവ് സെഷനുകൾ മെന്റർഷിപ്പുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം ലഭിക്കുന്ന ഒരു ഫീച്ചറാണിത്. രാത്രി 9 മണിക്ക് നമ്മൾ ഈ മെന്റർഷിപ്പുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മെന്റേഴ്സിന്റെ വക ലൈവ് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് രാത്രി 9 മണിക്ക് ഓരോ ടോപ്പിക്കിലെയും ലൈവ് സെഷൻ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകളിൽ അധ്യാപകരുമായിട്ട് നേരിട്ട് സംവദിക്കാനും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുമുള്ള അവസരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ലൈവ് സെഷനിൽ ആ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ റെക്കോർഡഡ് സെഷനിലൂടെയും ലൈവ് സെഷനിലൂടെയും നിങ്ങളുടെ മുഴുവൻ സിലബസ്, അതായത് പ്രിലിംസിന്റെയും അതുപോലെ തന്നെ മെയിൻസിന്റെയും കൂടെ സിലബസ് ഈ ലോങ് ടേം ബാച്ചിൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റുകൾ തരുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും പലരും ചെക്ക് ചെയ്യാറില്ല. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് നമ്മുടെ മെന്റർഷിപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. കൃത്യമായ ഒരു ഫോളോ അപ്പ് ഈ ഒരു മെന്റർഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ടാവും.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്റ്റഡി പ്ലാൻ, ഒരു ചിട്ടയായ സ്പെഷ്യൽ ടൈം ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കി തരും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് മെന്റർ ഉള്ളത്. ആ മെന്റർ ഉറപ്പുവരുന്നത് എങ്ങനെയാണ്? നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഓരോ ദിവസം തന്നിരിക്കുന്ന ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ, അന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. അത് കംപ്ലീറ്റ് ആക്കിയെന്ന് ഉറപ്പുവരുത്തുന്നത് നിങ്ങളെ ഫോണിൽ വിളിച്ച് ആ പഠിച്ച ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്കത് അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം പഠിച്ചെന്ന് മെന്റർ മനസ്സിലാക്കുകയും, അതല്ല നിങ്ങൾക്ക് ആ ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി മെന്റർ നിങ്ങളോട് പറയുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ദിവസവും തരുന്ന ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ടെക്നിക്കലി അതോടൊപ്പം തന്നെയാണെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ടും മെന്റർ അന്വേഷിക്കുന്നതായിരിക്കും, ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഈ ഒരു മെന്റർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിലെ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ സിലബസ് കംപ്ലീറ്റ്ലി, പ്രിലിംസിന്റെ സിലബസ് കംപ്ലീറ്റ്ലി തീർത്തു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കമ്പൈൻ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒട്ടും ബേസ് ഇല്ലാതെ ആദ്യമായി PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ഇതിന്റെ ഭാഗമായി സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ കോഴ്സ് അവർ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം ഇത്തരത്തിലുള്ള സെക്രട്ടറി അസിസ്റ്റന്റിന് അടക്കമുള്ള വലിയ സിലബസുകൾ കവർ ചെയ്യുന്ന രീതിയിൽ അവരെ നമ്മൾ മാറ്റിയെടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സിലബസ് ആണ്, ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷയാണ്, നല്ല രീതിയിലുള്ള കട്ട് ഓഫ് വരാറുണ്ട്. ഒരു ചെറിയ കട്ട് ഓഫ് ആണ് ഇതിന് വരുന്നതെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ അതിന് ആഴത്തിലുള്ള പഠനവും ഒക്കെ മാത്രമല്ല മുൻകൂട്ടി കുറച്ച് നേരത്തെ പഠിക്കുകയാണെങ്കിൽ ആയാസത്തിൽ പഠിക്കാനും സാധിക്കും. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും 2024 നവംബർ ഡിസംബർ മാസത്തിൽ ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.